വാവാഴിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെയും കൊണ്ടേ അവർ പോകും. അതായത് അത്ര ഉഗ്രമൂർത്തിയാണ്. നമ്മളെയും കൊണ്ടുപോകും. നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അവിടെ വെച്ച്. ഞാൻ ഭഗവാന്റെ പുത്രനാണെന്ന് അവൾക്കറിയാം എന്ന് ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ കിടന്നു, ആ രൂപം എൻ്റെ മനസ്സിൽ കിടന്നു. പക്ഷെ ഇത് ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരാൾ എൻ്റെ മുന്നേ വരുമ്പോൾ ആ ആളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. അയാൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളടക്കം എൻ്റെ മെമ്മറിയിലോട്ട് കിട്ടുക. ഇത് മഹാദേവനാണെന്നും മഹാദേവ പുത്രനാണ് എന്നെ അനുഗ്രഹിച്ച ആളെന്നും മനസ്സിലാക്കുന്നു. ഏതോ ഒരു ദേവതയുടെ ചൈതന്യത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുമെന്നും ആ പെൺകുട്ടി വിളക്ക് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ദേവതാ ചൈതന്യം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വിളക്ക് വെക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആർക്കാണ് വിളക്ക് വെക്കേണ്ടതെന്ന് അറിയില്ല. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെന്നിട്ടാണോ പിന്നീട് ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്? അവിടെ ചെന്നതിന് ശേഷമാണ് പണ്ട് ഭദ്രകാളിക്ക് കോഴി വെട്ടി ഗുരുതി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇതായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാനേ പറ്റത്തില്ല. ഇന്ന് നമ്മളോടൊപ്പം പുതിയ അതിഥിയാണുള്ളത് കൃഷ്ണവാസി. നമസ്കാരം മാം. നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, മലബാർ സമ്പ്രദായത്തിലേക്ക് എത്തിപ്പെടുന്നു. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? മലബാർ സമ്പ്രദായത്തിലേക്ക് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എത്തിയതല്ല, കുറച്ച് യാത്രകളുണ്ട് അതിന്. എൻ്റെ ഫാമിലിപരമായിട്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ കാരണവന്മാർ മാന്ത്രിക കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നവരാണ്. അപ്പോൾ അതൊരു 7 തലമുറയായിട്ട് അത് നിന്നു പോയതാണ്. കുറച്ച് സാമ്പത്തികമൊക്കെ ആയപ്പോൾ പിന്നീട് വന്ന തലമുറ അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ സാമ്പത്തിക നഷ്ടവും കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് അപ്പോൾ ഇത് പലയിടത്ത് പോയിട്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളുണ്ടല്ലോ. അന്വേഷിച്ച് വന്നപ്പോൾ ഒരു സ്ത്രീ നിങ്ങളുടെ കുടുംബത്തിൽ വിളക്ക് വയ്ക്കുന്നതോടെ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരു വാമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സ്ത്രീയാ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല. എല്ലാവരും ഒക്കെ വിളക്ക് വെച്ച് നോക്കി രക്ഷപ്പെട്ടില്ല. ഞാൻ കുറച്ച് റിബലായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഇത് എനിക്കങ്ങനെ അവരെല്ലാവരും ഏറെക്കുറെ ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണ്. ഞാൻ കുറച്ച് വ്യത്യാസമായിട്ടിരുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് ഞാൻ പുറത്ത് മാറി നിന്നാണ് പഠിച്ചതും അങ്ങനെയൊക്കെ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞത് എനിക്കില്ല. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോയതോ അങ്ങനെയൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം കുറേ സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് തനിയെ വരുന്നു. ഞാൻ പഠിച്ച് എനിക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി. ആ ജോലിയിൽ ഞാൻ ഭയങ്കര നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വന്ന് ഞാൻ മൊത്തത്തിൽ തീർന്നു പോകുന്ന ഒരു കണ്ടീഷൻ പോലെ വന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചിട്ട് ഞാനും ഇങ്ങനെ അന്വേഷണങ്ങളിലേക്ക് പോയി. അപ്പോൾ ഈ ചില കാര്യങ്ങളിങ്ങനെ സ്വപ്നദർശനം പോലൊക്കെ ചില കാര്യങ്ങൾ കാണുന്നു. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അതുപോലെ സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാനിതൊരു സാധാരണ കാര്യം പോലെ വിട്ടതുകൊണ്ട് അതിൻ്റെ പുറകെ പോയില്ല. അന്വേഷിച്ചിങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാനാണോ വിളക്ക് വെക്കേണ്ടത്. അങ്ങനെ ഒരു തോന്നൽ വന്ന് ഞാനൊരു വിളക്ക് വെക്കാൻ തീരുമാനിച്ചു. ഈ വിളക്ക് വെക്കുക എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇത് ആരെയാണ് വിളക്ക് വെക്കേണ്ടതെന്നോ, സാധാരണ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്ക് തന്നെ, അത് ആർക്കാണ് വെക്കേണ്ടതെന്നോ ആരെയാണ് നമ്മുടെ കാരണവന്മാർ പ്രാർത്ഥിച്ചിരുന്നത് ഇതൊന്നും നമുക്കറിയില്ല. നമുക്കാകെ അറിയാവുന്നത് നമ്മുടെ കുടുംബത്തിൽ മാന്ത്രിക പാരമ്പര്യമുണ്ട്. നമുക്ക് പ്രത്യക്ഷ മൂർത്തിയായിരുന്നു ദേവതകൾ. ആ ദേവതകളെ വിളിച്ചിറക്കി പണിയെടുപ്പിക്കുന്ന രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്ന് മാത്രമാണ് നമുക്കറിയാവുന്നത്. എന്ന് വെച്ചാൽ ഒരു മാന്ത്രിക കർമ്മത്തിൽ ഒരു ദോഷം ഒരാൾക്കുണ്ട് എങ്കിൽ ഇന്ന ദേവതയെ വിളിച്ചിറക്കിയിട്ട് അവിടെ പോയി ആ പ്രശ്നം തീർത്തിട്ട് വാ എന്ന് പറഞ്ഞ് കർമ്മം കൊടുത്തു വിടുന്ന ഒരു രീതി. നമ്മൾ മാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യേണ്ട, ആ ദേവത ചെയ്തോളും, അവരുടെ കാര്യം നടക്കും. അങ്ങനെ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് മാത്രമേ നമുക്കറിയൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിളക്ക് വെച്ചു. അപ്പോൾ ഇത് ആർക്കാണ് വിളക്ക് വെക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഭദ്രകാളി ആവാം എന്നും മുൻപ് പൂജിച്ചിരുന്ന ഏതോ കാരണവർ പ്രാർത്ഥിച്ച് ഏതോ ഒരു ദേവതയുടെ ചൈതന്യത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുമെന്നും ആ പെൺകുട്ടി വിളക്ക് വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ദേവതാ ചൈതന്യം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ആ സാഹചര്യം കൊണ്ട് ഞാൻ വിളക്ക് വെക്കാം എന്ന് തീരുമാനിച്ചു. അപ്പം ആർക്ക് വിളക്ക് വെക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആർക്കാണ് വിളക്ക് വെക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞങ്ങൾ പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരറിവ് കിട്ടുന്നു. എല്ലാ ഭദ്രകാളി ചൈതന്യങ്ങളും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ കേട്ടേക്കുന്നത് എല്ലാ വലിയ കുടുംബങ്ങളിൽ ഭദ്രകാളി ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ്. ധർമ്മദേവ സ്ഥാനത്ത് ഒരു ഭദ്രകാളി ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ ഭദ്രകാളിക്ക് വെക്കാം എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വിളക്ക് വെക്കുന്നു. പക്ഷേ ആ വിളക്ക് ഞാൻ കൊളുത്തി ഭഗവതിയെ വിളിക്കുമ്പം എനിക്കറിയില്ല ഇത് ലോകം മുഴുവൻ
കയ്യിലിരിക്കുന്ന സാക്ഷാൽ ഭദ്രകാളിയാണെന്നും അവർ ലോകത്തിൻ്റെ അമ്മയെന്നും ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ ചിന്ത മൊത്തം പോയത് എൻ്റെ ഏതോ ഒരു കാരണം വരെ വിളക്ക് കൊടുത്തു, ഇപ്പം വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ആഹാരവും ഇല്ലാതെ നടക്കുന്നൊരു ദേവത, അവരെ ഞാൻ നോക്കാം, അങ്ങനെ ഒരു സങ്കല്പമാണ് ഞാൻ കൊടുത്തത്. അപ്പം ഞാൻ ആദ്യം അവരോട് പറഞ്ഞു എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ എന്തായാലും അമ്മയെ നോക്കാം, നിങ്ങളെ ഞാൻ പട്ടിണി കിടത്തില്ല, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഒരു നേരത്തെ നേദ്യത്തിനുള്ള വക ഞാൻ തന്നേക്കാം എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല ഇത് ആരാ എന്താണെന്നും അറിയില്ല. ഇപ്പം അത് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് ആ അമ്മയിൽ തുടങ്ങിയതാണ്, പക്ഷെ പിന്നെ എനിക്ക് ഇന്ന് ഈ നേരം വരെ പുറകോട്ട് നോക്കേണ്ടി വന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെന്നിട്ടാണോ പിന്നീട് ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്? അവിടെ ചെന്നതിന് ശേഷമാണ് തുടങ്ങുന്നത്. ആ ദേവിക്കാണ് വിളക്ക് വെച്ച് തുടങ്ങുന്നത്. കൊടുങ്ങല്ലൂർ ദേവിക്കാണ് ആദ്യം വിളക്ക് വെക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് മുന്നോട്ട് പോയത്? പിന്നീട് ഈ ഗരുഡ എൻ്റെ ഈ തലയ്ക്ക് മുകളിൽ എപ്പോഴും വരും. അതൊരു 3 പ്രാവശ്യം ഇങ്ങനെ വലം വെക്കും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇത് ഞാൻ എവിടെ പോയാലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും നമുക്കതിനെ കുറിച്ച് മനസ്സിലായൊന്നുമില്ല. പിന്നെ ഞാനും ഒരു വലിയ വിശ്വാസിയൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ പലരോട് ഞാനും ഇങ്ങനെ അന്വേഷിച്ചു, ഞാൻ ഈ പോകുന്നിടത്തൊക്കെ ഇതെന്തിനായി, അവിടെ എവിടെ പോയാലും ഇങ്ങനെ പരുന്തിനെ കാണുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ചിലപ്പോൾ ചുമന്ന വസ്ത്രം ഇട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അല്ലാത്ത സമയത്തുകൊണ്ട് അത് എപ്പോഴും ഇല്ല. നമ്മൾ ദൈവിക കാര്യങ്ങൾ എപ്പോൾ സംസാരിച്ചാലും ഒരു ഗരുഡ സാന്നിധ്യം നമുക്കിങ്ങനെ തലയ്ക്ക് മുകളിൽ വരിക. അപ്പോൾ ഇതിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയപ്പോൾ പല പല ദേവതകൾ നമുക്കുണ്ട് എന്നും അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും. അത് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് എപ്പോഴാണ് ഇതിലേക്ക്, ഇപ്പോൾ മാം തന്നെ നേരത്തെ പറഞ്ഞതും 8 വർഷമായി ഈ കൗളമാർക്ക് അല്ലെങ്കിൽ മലബാർ സമ്പ്രദായത്തിൽ പൂജകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിളക്ക് വയ്ക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു, അതിനപ്പുറത്തേക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു പ്രാപ്തി കിട്ടിയത് എങ്ങനെയാണെന്നല്ലേ? വിളക്ക് വെച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചില ഈ സ്വപ്നങ്ങൾ ഒരു വീഡിയോ പോലെ നമ്മൾ എന്തോ ഇങ്ങനെ ഒന്ന് കാണുന്നു. ആ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഈ ഭൂമിയിലെങ്ങും അല്ലാത്ത പോലെ ഒരു ഫീലിങ്സ് നമുക്ക് വരിക. നമ്മൾ ചിലപ്പോൾ ഒരു 3 മണി ഈവനിങ് ഒരു 3 മണി സമയത്തൊക്കെ ആയിരിക്കും നമ്മളിരിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു മയക്കം പോലെ വരുന്നു, പെട്ടെന്ന് അത് വരിക. അപ്പോഴേ നമ്മളൊന്ന് കണ്ണടച്ചിരുന്നാൽ എന്തോ ഒരു സ്വപ്നം നമ്മൾ പെട്ടെന്ന് അങ്ങ് കാണുക. അതിൽ ചില ദേവതാരൂപങ്ങൾ, നമ്മൾ ഇതുവരെ ദേവതയെ കണ്ടിട്ടുള്ള ദേവതകളെല്ലാം അതീവ സുന്ദരികളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ മനസ്സിൽ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ആൾ അങ്ങനെയല്ല. കുറച്ച് അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അവർക്ക് സൗന്ദര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾക്ക് വിപരീതമായിട്ട് ഒരു രൗദ്രതയൊന്നുമില്ലാത്ത ഒരു പക്ഷേ ഇനി എൻ്റെ മനസ്സിന് കട്ടി കുറവായതുകൊണ്ട് ദേവത അങ്ങനെ എൻ്റെ മുന്നേ വരുന്നതാണോന്നും എനിക്കറിയില്ല. എൻ്റെ അതേ രൂപത്തിലുള്ള ഒരു രൂപമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ദേവതയായിട്ട് കണ്ടിട്ടുണ്ട് കുറേ. പക്ഷേ അവരുടെ ഷാർപ്പായിട്ടുള്ള കുറച്ച് നോട്ടമാണ്, രൗദ്രത കുറച്ച് കൂടുതലാണ് നോട്ടത്തിൽ. ഇങ്ങനെ ദേവത നമ്മുടെ മുന്നേ വരുന്നു, ഈ ദേവത നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവർ സംസാരിക്കുന്നില്ല, എന്തോ ഒരു വോയിസ് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിങ്ങനെ കേൾക്കുന്നു, എന്നിട്ട് നമ്മൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിങ്ങനെ അപ്പോഴേ എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്കിത് ഓർമ്മയുണ്ട്, കണ്ട കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആരോ ഒരാൾ നമ്മളെ ലീഡ് ചെയ്ത് പോകുന്നുണ്ട്, നമ്മുടെ മുന്നേ ഒരാൾ നടക്കുന്നുണ്ട് നമുക്ക് തോന്നുവാണ്. അപ്പോൾ ആ ആള് നമ്മുടെ അടുത്ത് പറയുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ഇന്ന പോലെ ആഹാരം ഉണ്ടാക്കി അവർക്ക് കൊടുക്കൂ, ഇങ്ങനെ പറയുന്നു. അപ്പം നമ്മൾ അതുപോലെ ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ കുറേ ഇതൊക്കെ നിസ്സാര സമയം കൊണ്ട് നടന്നു. അതായത് ഞാനെന്തോ അതിലേക്കൊന്ന് അവരെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, അവരിങ്ങി വരാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് പറയുന്ന പോലെ ഇവരെല്ലാം പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നിട്ട് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ഭയപ്പാടൊക്കെ, എനിക്ക് ഈ മേഖലയായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. അപ്പം ഞാനിത് അന്വേഷിക്കാനായിട്ട് പല ജ്യോതിഷന്മാരെ, പല മാന്ത്രികരെ ഒക്കെ പോയി കണ്ടു. ഇവർക്കും ഇതേപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ കുറച്ച് പേര്, എല്ലാവർക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നല്ല അറിവുള്ളവരുണ്ടായിരുന്നു. അവരിൽ ചിലർ പറഞ്ഞു എനിക്കൊരു സിദ്ധി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ വിളക്ക് വെക്കേണ്ട സ്ത്രീ നിങ്ങളാണ്, ഒരു സിദ്ധി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചു പോയി അത് കേട്ടപ്പോൾ. ഭയപ്പെടാൻ കാരണം ഞാനൊരു MNC-യിലൊക്കെ ജോലി ചെയ്ത് ആ ഒരു രീതി ജീവിച്ച ആളെ, നാളെ മുതൽ ഞാനിനി വാളുമായിട്ട് തുള്ളണ്ട വരുമോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് പേടി തോന്നി. അപ്പം ഞാൻ വിളക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക് ആവാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് അങ്ങനെയൊന്നും വേണ്ടാന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ 2-3 ദിവസത്തിനകം വേറൊരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു ചെറിയൊരു മനുഷ്യൻ, ആദ്യമായിട്ട് ഞാൻ കണ്ടതാണ്, ചെറിയൊരു മനുഷ്യൻ ഈ ഭൂതബലി നടക്കുന്ന ശീവേലി നടക്കുന്ന സമയമുണ്ടല്ലോ, വൈകുന്നേരം ക്ഷേത്രത്തിൽ
ശീവേലി നടക്കുന്ന സമയത്ത് മുന്നേ ഒരാളിങ്ങനെ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന ആൾ പുറകിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ പോകുന്നു. പുറകിൽ കുറേ ആളുകൾ ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിന് മുന്നേ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടുന്നു. ഇദ്ദേഹം എന്നെ അനുഗ്രഹിക്കുന്നു. ഇതാണ് ഞാൻ കണ്ട കാഴ്ച. അപ്പം ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. എന്തിനാണ് കരഞ്ഞതെന്നും ഒന്നും എനിക്കറിയില്ല. എഴുന്നേറ്റപ്പോൾ ഒരാളിങ്ങനെ അതൊരു വോയിസ് ഓവർ പോലെ ഞാൻ കേൾക്കുകയാണ് ഉണ്ടായേ. പറയുന്നു, ഇദ്ദേഹമല്ല സംസാരിച്ചത്, മറ്റാരോ ആണ് പറയുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു തിരുമേനി ചോദിക്കുന്നു, അവരെന്താ കാട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിനെ മറികടന്നാണല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നത്. അവരെന്താ കാട്ടിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൗണ്ട് ഞാൻ കേൾക്കുകയാണ്, ഞാൻ ഭഗവാന്റെ പുത്രനാണെന്ന് അവൾക്കറിയാം എന്ന്. ഈ ഭഗവാൻ ആരാണെന്നും എനിക്കറിയില്ല, ഈ നിന്ന ആളാരാണെന്നും എനിക്കറിയില്ല. പക്ഷേ പിറ്റേ ദിവസം മുതൽ സ്വപ്നത്തിലാണ്ട അപ്പോഴും തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ കിടന്നു, ആ രൂപം എൻ്റെ മനസ്സിൽ കിടന്നു. പക്ഷെ ഇത് ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിറ്റേന്ന് മുതൽ ഒരാൾ എൻ്റെ മുന്നേ വരുമ്പോൾ ആ ആളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. അയാൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളടക്കം എൻ്റെ മെമ്മറിയിലോട്ട് കിട്ടുക. ആരോ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു വന്നിട്ട്, അവൻ ഇന്നത്, ഇയാൾ കുറേ കഥകൾ പറയുന്നുണ്ടാവും, പക്ഷെ അതല്ല, ഇന്നതാണ് അവൻ്റെ പ്രശ്നം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ് തുടക്കം. അതെനിക്ക് അപ്പോഴപ്പോഴും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. പിന്നെ അവർ തന്നെ പറഞ്ഞു തന്നു, ഇത് മഹാദേവനാണെന്നും മഹാദേവ പുത്രനാണ് എന്നെ അനുഗ്രഹിച്ച ആളെന്നും മനസ്സിലാക്കുന്നു. പിന്നെ അല്ല, അതല്ല ഈ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് കിടക്കുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആരോ ഒരാൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ഒരാളല്ല പറഞ്ഞു തരുന്നത്, പല ആളുകൾ. ചിലപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാവും, ചിലപ്പോൾ ഒരു പുരുഷ ശബ്ദമാവും. സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടുള്ള ഈ കർണയക്ഷി ഉപാസകർക്ക് ചെവിയില് പറഞ്ഞു കൊടുക്കാറുണ്ട്, അത്തരത്തിലാണോ? അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവാം. കർണയക്ഷി കർണപിശാചിനി എന്ന് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. ചിലർക്ക് ചാത്തൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഇവരാരുമല്ല, ഈ രണ്ടുപേരല്ല. അത് നമ്മളങ്ങനെ പറയാൻ പാടില്ല ആരാ പറയുന്നതെന്ന്. പക്ഷെ അത് ഒരുപാട് പേരുണ്ട്. എൻ്റെ ഗുരുനാഥന്മാരാവാം, എൻ്റെ പിതൃക്കളാവാം, ഈ ദേവതകളിലുള്ളവരായിരിക്കാം, ആര് വേണേലും ആവാം. ഈ ദേവതാ സങ്കല്പങ്ങളാണോ പറഞ്ഞു തരുന്നത്? അതെ. ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് ദർശനങ്ങൾ തരത്തേ ഉള്ളൂ. അവർ നമ്മളോട് സംസാരിക്കില്ല. നമ്മളോട് സംസാരിക്കുന്നത് എപ്പോഴും ഒന്നുകിൽ ഗുരുനാഥൻ അല്ലെങ്കിൽ പിതൃക്കൾ, ഇവരായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്, കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്, കൂടുതലും പൂജയും അത് ഒരു മന്ത്രവാദ ആ രീതിയിലേക്കാണോ അത് യഥാർത്ഥത്തില്? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അല്ല, ഈ കൗളമാർഗം അല്ലെങ്കിൽ മലബാര സമുദായം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള രീതിയിലേക്കാണ്. ഇപ്പം ബലി കൊടുക്കുന്നു, അല്ലെങ്കിൽ വലിയ മന്ത്രവാദ കളങ്ങൾ, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലാണോ യഥാർത്ഥത്തിൽ ഈ മലബാര സമ്പ്രദായം എന്ന് പറയുന്നത്? അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. എനിക്ക് അതേക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഇത് ബേസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാരും പറഞ്ഞു തന്ന കാര്യങ്ങളല്ല, ഞാൻ പേപ്പറുകളിൽ എഴുതി വെച്ചത് വായിച്ചതുമല്ല, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ബലി കൊടുക്കുക അങ്ങനെ പറഞ്ഞൊരു സങ്കല്പത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ബദൽ മാർഗം വേറെയുണ്ട്. ഇപ്പോൾ പണ്ട് ഭദ്രകാളിക്ക് കോഴി വെട്ടി ഗുരുതി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇതായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം എനിക്ക് ബ്രാഹ്മണ രീതിയിലും ദ്രാവിഡ രീതിയിലും മലബാര രീതിയിലും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പ്രതിഷ്ഠകളൊക്കെ ചെയ്യാറുണ്ട്. തന്ത്രമാർഗം ചെയ്യാറുണ്ട്. പ്രതിഷ്ഠകൾ ചെയ്യാറുണ്ട്. പതികളിലെ ക്ഷേത്രങ്ങളിൽ ഞാൻ ചെയ്തിട്ടില്ല, പതികളിലെ പ്രതിഷ്ഠകൾ ചെയ്യാറുണ്ട്. ഈ ക്ഷേത്രത്തിനെ കഴിഞ്ഞും കുറച്ചും കൂടെ വലിയ കാര്യമാണ് പതിയിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പതി എന്ന് പറയുമ്പോൾ കുറച്ച് അവിടെ മുത്തപ്പന്മാരുണ്ടാവും, കാരണവന്മാരെ മുത്തപ്പന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഉഗ്രമൂർത്തികളുണ്ടാവും, ചാത്തനുണ്ടാവും, അറുകലയുണ്ടാവും, യക്ഷിയുണ്ടാവും, അങ്ങനെയുള്ളത്. അവിടെ ഉഗ്രത കൂടിയ ദേവതകളാണ് ഉള്ളത്, അല്ലാതെ സ്വാത്വിക മാർഗം ഉള്ളവരാരുമില്ല. അമ്പലത്തിലെ ഒരു ക്ഷേത്ര ദേവതയെ നമ്മൾ ആവാഹിച്ചു, കിട്ടിയില്ലെന്ന് വെച്ചിട്ട് നമുക്ക് തല പോകുന്ന വിഷയമൊന്നുമില്ല. പക്ഷെ ഒരു പതിയിൽ പോയി നമ്മളൊരു കളവെടുത്തിട്ട് നമ്മൾ ആവാഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെയും കൊണ്ടേ അവർ പോകും. അത്ര ഉഗ്രമൂർത്തിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അവിടെ വെച്ച്. ഒരു കർമ്മത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നിൽക്കുന്ന സമയത്ത്, ഈ പ്രതിഷ്ഠകളൊക്കെ ചെയ്യുന്ന സമയത്തും എനിക്ക് കുറേ എന്താണ്, ഈ ഗരുഡൻ തലയ്ക്ക് മുകളിൽ വന്ന് കാവൽ കെട്ടി നിൽക്കുക, അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് ഗരുഡൻ തലയ്ക്ക് മുകളിൽ പറന്ന് അരനാഴികയ്ക്കുള്ളിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്തൊരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു രക്തരക്ഷസിനെ, അത് ആലുവല്ല, ആലപ്പുഴ ആര്യക്കര ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു പതിയിൽ
ഒരു രക്തരക്ഷസിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അവിടെ പുരുഷന്മാർ വാഴുകയല്ല, എല്ലാ പുരുഷന്മാരും എന്തെങ്കിലും അപകടം വന്നിട്ട് മരിക്കുക. അപ്പൊ ഇവരിങ്ങനെ പല ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് കൊണ്ടുപോയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വരിക, എന്നിട്ട് ഈ ചെയ്ത കർമ്മിയുടെ കാലൊടിഞ്ഞു പോവുക, അങ്ങനെ ആയിരുന്നു. അപ്പൊ അവർ എൻ്റെ അടുത്തോട്ട് കാണാൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് അവിടെ വരുന്നവർ എല്ലാവരുടെയും കാലൊടിയും, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് കൃത്യമായിട്ട് അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, എനിക്കൊന്നും സംഭവിച്ചില്ല. പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് അവിടെ നിലവിലുള്ള പ്രതിഷ്ഠയിലേക്ക് ആ ചൈതന്യം പ്രതിഷ്ഠയില്ല, നമ്മൾ എടുക്കണം. ഈ അത്രയും കാലം അവർക്ക് കണക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തം അവിടെ വേറെ ഏതൊക്കെ ദേവതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അവിടെ ഒരു രക്തരക്ഷസും ഒരു യക്ഷിയമ്മയായിരുന്നു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അവരുടെ അണ്ടറിലായിരുന്നു ബാക്കി മൂർത്തികൾ മൊത്തം.